ഹായ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിന് ഏറ്റവും വലിയ ഭീഷണിയുള്ള ഒരു പാർട്ടിയുമായി മാറിയിരിക്കുന്ന ബി.ജെ.പിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വന്നത്. അതായത് ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു സമയത്ത് ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി ഇല്ലായിരുന്നു. അതിനുശേഷം ആ ഒരു സമയത്ത് ശക്തമായി ഉണ്ടായിരുന്ന കോൺഗ്രസിനെ പൊളിച്ച് ഇന്ന് മൂന്നാമത്തെ തവണ തുടർച്ചയായി ഭരണം പിടിച്ചെടുക്കാൻ പറ്റിയ അത്രയും വലിയൊരു പാർട്ടിയായി മാറിയത് എങ്ങനെ. അപ്പോൾ ഇതിന്റെ പിന്നിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു പാർട്ടി വളരെ ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് പലതരത്തിൽ നിന്ന് ഇന്ത്യൻ്റെ പുറത്തുനിന്നും ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു പാർട്ടിയായി ഇവർ വളർന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ ബി.ജെ.പി എന്ന് മുദ്ര കുത്തേണ്ട, അതായത് കോൺഗ്രസിനെ കുറിച്ചുള്ള വീഡിയോയും ഇതേപോലെ മേക്ക് ചെയ്യാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് കോൺഗ്രസ്സുകാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ 10 പേര് കോൺഗ്രസ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രസിനെ കുറിച്ചും ഇതേപോലത്തെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ബി.ജെ.പിനെ മാത്രം ആദ്യം ഉണ്ടാക്കുന്നതെന്ന് പലരും ചോദിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭരണത്തിൽ വന്നത് അവരാണ്. അതുപോലെ തന്നെ അവരെക്കുറിച്ച് ഇട്ട് കഴിഞ്ഞാലോ ഇപ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ആ പാർട്ടീനെ കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ബി.ജെ.പിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1947 ചെറിയ ചെറിയ രീതിയിലുള്ള സ്റ്റാർട്ടെല്ലാം തുടങ്ങിയിരുന്നു. പക്ഷേ 1948 അവർക്ക് കൃത്യമായിട്ടും അതായത് ബി.ജെ.പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചത് ആർ.എസ്.എസ് ആ ഒരു സമയത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർ.എസ്.എസ് 1948 ബാൻ ചെയ്യപ്പെടുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഗാന്ധി മരണം ആ ഒരു സമയത്തായിരുന്നു. അതായത് ഗാന്ധിനെ കൊന്നത് ആർ.എസ്.എസ്സുകാരാന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് ആർ.എസ്.എസിനെ ബാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആർ.എസ്.എസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആർ.എസ്.എസ് വിചാരിക്കുന്നു അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമോ നമുക്ക് ഇതിനെല്ലാം മറികടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അവരൊരു പാർട്ടി തുടങ്ങണമെന്ന് കുറേയധികം ആഗ്രഹിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് നമ്മൾ ആർ.എസ്.എസിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഫുള്ളായിട്ടും അത് എങ്ങനെയാണ് ആർ.എസ്.എസ് ബാൻ ചെയ്തത് ഉള്ള കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായി മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആർ.എസ്.എസ് ലീഡർ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾവാക്കർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ആർ.എസ്.എസ് ബാൻ ചെയ്തപ്പോൾ അതായത് അവർ മെല്ലെ വളർന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇത്രയും വലിയൊരു ബാൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വിചാരിക്കുന്നു അതായത് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി വേണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് നെഹ്റു ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്ന, അതായത് നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രിയായി ഉണ്ടായിരുന്നത്. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയുടെ മിനിസ്റ്ററിൽ ഉണ്ടായിരുന്ന ശ്യാം പ്രസാദ് മുഖർജി എന്ന് പറയുന്ന അദ്ദേഹം നെഹ്റുവുമായിട്ട് അതായത് നെഹ്റു എടുക്കുന്ന പോളിസി ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുന്നു അതായത് നമുക്ക് ഈ പാർട്ടി നിന്നിട്ട് കാര്യമില്ല, സ്വന്തമായിട്ടൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹം മെല്ലെ ആ ഒരു പാർട്ടി അതായത് മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് 1950 ഏപ്രിൽ 6 പുതിയൊരു പാർട്ടി തുടങ്ങണം എന്ന് പറഞ്ഞ് ഈ ഗോൾവാക്കറിനെ സമീപിക്കുന്നു. അപ്പോൾ ഗോൾവാക്കർ ആരാണെന്ന് വെച്ചാൽ ആർ.എസ്.എസിന്റെ അപ്പോഴത്തെ ലീഡർ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നു അതായത് ഇദ്ദേഹം കിട്ടിയത് ഒരു ലക്കാന്ന് വിചാരിച്ചുകൊണ്ട് അതായത് ശ്യാം പ്രസാദ് മുഖർജിക്ക് ഫുൾ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തെ ആർ.എസ്.എസിലെ ഏറ്റവും വലിയ നേതാക്കൾ അതായത് വളർന്നു വരുന്ന ഏറ്റവും യങ്സ്റ്റർ ആയിരുന്ന ദീനദയാൽ, അതുപോലെ തന്നെ എൽ.കെ. അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, അതുപോലെ തന്നെ ദേശ്മുഖ് എന്ന് പറയുന്ന ഈ 4 പേരെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നു. അതായത് പാർട്ടിക്ക് വേണ്ടിയ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ പോയി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾവാക്കർ ഇവരോട് പറഞ്ഞയക്കുന്നു. അപ്പോൾ ഇവരും ഗോൾവാക്കർ പറഞ്ഞനുസരിച്ച് ഇവരും പോയി പാർട്ടി പണിക്കെല്ലാം തുടങ്ങുന്നു. അപ്പോൾ പാർട്ടി തുടങ്ങുമ്പോൾ തന്നെ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിരുന്നു. അതായത് ഒരു പാർട്ടി എന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സംഭവം ഒരു കമ്പനി പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ മത്സരിക്കുക എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടങ്ങളിൽ അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഏറ്റവും വലിയൊരു കമ്പനി അതായത് ഫണ്ടിങ്ങും അല്ല എല്ലാ കാര്യങ്ങളിലും അവർ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാര്യവുമില്ല. അതായത് ആർ.എസ്.എസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറമെയോ ഉണ്ടായിരുന്നില്ല. മറിച്ച് എതിർക്കാനാണെങ്കിൽ ഇന്ത്യയുടെ പുറമേയും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഉള്ളിലും കുറേയധികം ശക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ 1951 ഒക്ടോബർ 21 ഭാരതീയ ജനതാ സംഘ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതായത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, ബി.ജെ.പി അല്ല, ഭാരതീയ ജനതാ സംഘ് എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 1951 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പാർട്ടി 1952 വന്ന ജനറൽ ഇലക്ഷനിൽ അവർ മത്സരിക്കുന്നു. ജനറൽ ഇലക്ഷനിൽ മത്സരിക്കുകയും അവർ 2 സീറ്റ് നേടുകയും ചെയ്തു. അപ്പോൾ 2 സീറ്റ് നേടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ
അവർക്ക് ഇച്ചിരി കോൺഫിഡൻസ് ആയി, അതായത് പുതിയ പാർട്ടിയുമാണ്, അതുപോലെ തന്നെ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെയാണ് മത്സരിക്കുന്നത്, എങ്കിലും നമുക്ക് 2 കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവർ ഊർജിതമായി വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1953 ആയപ്പോൾ തന്നെ അപ്പോൾ ആ പാർട്ടിയുടെ ലീഡറായ ശ്യാം പ്രസാദ് മുഖർജി എന്ന് പറയുന്ന അദ്ദേഹം ജമ്മു കാശ്മീരിൽ പോയി, അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് മോഡി ഗവൺമെന്റ് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞു, അതായത് ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ശ്യാം പ്രസാദ് മുഖർജി എന്ന് പറയുന്ന അദ്ദേഹം 1953 തന്നെ ആ ഒരു സ്റ്റാറ്റസ് എടുത്തു കളയണമെന്ന് പറഞ്ഞ് ജമ്മു കാശ്മീരിൽ പോയി അവിടെ പ്രശ്നമുണ്ടാക്കാൻ, അതായത് അവിടെ പ്രൊട്ടസ്റ്റ് നടത്താൻ ശ്രമിക്കുകയും അദ്ദേഹം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ജയിലിലടച്ച് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നറിയില്ല, അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് പുറത്തുള്ള പാർട്ടി ഓഫീസിലുള്ള ആൾക്കാരെല്ലാം കേൾക്കുന്നത്. അപ്പോൾ ഇത് ആ പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം വളരെയധികം ഡിമോട്ടിവേറ്റ് ചെയ്തു. കാരണം ശ്യാം പ്രസാദ് മുഖർജിനെ കാരണമാണ് അങ്ങനെ ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്തും ബാക്കിയുള്ള ആൾക്കാർ, അതായത് അടൽ ബിഹാരി വാജ്പേയി ആയിക്കോട്ടെ, LK അദ്വാനി ആയിക്കോട്ടെ, ഇവരെല്ലാം വളർന്നു വരുന്നുള്ളൂ, അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ആക്ഷൻ എടുക്കണം എന്ന് പോലും ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെ പാർട്ടി ലീഡർ തന്നെ നഷ്ടപ്പെടുന്നത്. അതായത് ദീനദയാൽ ഉപാധ്യായ എന്ന് പറഞ്ഞ അദ്ദേഹം ലീഡർ പൊസിഷനിലോട്ട് വരുന്നു. ദീനദയാൽ ഉപാധ്യായ എന്ന് പറഞ്ഞ ഇദ്ദേഹം പിന്നീട് പാർട്ടി പ്രസിഡന്റായിട്ട് ഏകദേശം 15 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് ഇങ്ങനെ വളർന്ന് ഇവർ 1962 ജനറൽ ഇലക്ഷൻ നടക്കുന്നു. ആ ഒരു ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഏകദേശം 14 സീറ്റ് കിട്ടി. അവിടെയും ഓപ്പോസിഷൻ പാർട്ടി ലെവലിലോട്ട് ഇവർ വളരാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് 1967 ജനറൽ ഇലക്ഷൻ വരുന്നു. പക്ഷേ ഈ ഒരു വട്ടത്തെ ഇലക്ഷനിൽ ഇച്ചിരി പ്രത്യേകത കൂടുതലുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഇൻഡോ ചൈന വാർ എല്ലാം നടന്നിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് കോൺഗ്രസിനോടുള്ള വിശ്വാസ്യതയെല്ലാം മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ആൾക്കാർ പണ്ട് കോൺഗ്രസിനെ വിശ്വസിച്ചു വരുന്ന ആ ഒരു രീതിയിൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇവരും മത്സരിക്കുകയും ആ ഒരു മത്സരത്തിൽ ഏകദേശം 34 സീറ്റുകളാണ് ഇവർ ജയിച്ചത്. അപ്പോൾ ഈ 34 സീറ്റുകൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരാണ് പ്രധാന ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇവർ വളർന്നത്. അപ്പോൾ ഈ സമയത്താണ് അതായത് ഭാരതീയ ജനസംഘ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരും അറിയാനും തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവരൊരു പ്രധാന ഓപ്പോസിഷൻ ലീഡറായിട്ടാണ് വളർന്നത്. പക്ഷേ ഈ സമയത്തും ഇവർക്ക് വലിയൊരു തിരിച്ചടി നിന്ന് എന്താണെന്ന് വെച്ചാൽ അതായത് പാർട്ടി പ്രസിഡന്റായ ദീനദയാൽ ഉപാധ്യായ എന്ന് പറഞ്ഞ അദ്ദേഹം ഉത്തർപ്രദേശിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് ലക്നൌവിന്റെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അപ്പോൾ ആരാണ് കൊന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള രീതിയിൽ നിന്നും ആർക്കും തന്നെ ഒരു ക്ലിയർ എവിഡൻസ് ഇല്ല. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഭാരതീയ ജനതാ സംഘ് എന്ന് പറഞ്ഞ ഇവർക്ക് വീണ്ടും വലിയൊരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അടുത്ത നേതാക്കളിലോട്ട് വാർത്തെടുക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ നേതാക്കളെല്ലാം ആരാണ് എങ്ങനെയാണെന്ന് അറിയാത്ത രീതിയിൽ ഓരോ ആൾക്കാരും മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ മരണത്തിന് പിന്നിലുള്ള കാരണം അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഈ പാർട്ടി വളരുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കുറയുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അതായത് ഭാരതീയ ജനതാ സംഘിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടക്ക സമയത്തെല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇവർ വളർന്നു വരുന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്തായിരുന്നു കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ പിളവുകൾ സംഭവിക്കാൻ തുടങ്ങിയത്. അതെന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ആര് നിൽക്കണം എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് 2 പേരായിരുന്നു മത്സരിക്കാൻ താല്പര്യം കാണിച്ചത്, അതായത് നീലം സഞ്ജീവ് റെഡ്ഡിയും അതുപോലെ തന്നെ VV ഗിരി എന്ന് പറയുന്ന അദ്ദേഹം. പക്ഷേ ഈ VV ഗിരി എന്ന് പറയുന്ന ഇത് തന്നെ ഇന്ദിരാഗാന്ധി ഫുൾ സപ്പോർട്ടും കൊടുത്തു. പക്ഷേ മറ്റേ ആൾക്ക് അതായത് കാമരാജർ തുടങ്ങിയ പഴയ നേതാക്കളായിരുന്നു കൂടുതൽ സപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധി വിചാരിക്കുന്നു അതായത് ഈ VV ഗിരി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്ക് കൂടുതലും സാധകമാണ് എന്ന് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തിനോട് മത്സരിക്കാൻ പറയുകയും ഇദ്ദേഹം മത്സരിക്കുകയും ഇന്ദിരാഗാന്ധി എല്ലാ എഫോർട്ടും എടുത്തതിന് ശേഷം ഈ VV സിംഗ് അതായത് ഈ VV ഗിരി എന്ന് പറയുന്ന ഇദ്ദേഹം ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1969 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. ഒന്ന് ഇന്ദിരാഗാന്ധിന്റെ സൈഡും അതുപോലെ തന്നെ ഒന്ന് കാമരാജർ അതുപോലെ തന്നെ മൊറാർജി ദേശായി എന്ന് പറയുന്ന ആ നേതാക്കളുടെ രീതിയിലും 2 രീതിയിലായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. അങ്ങനെ 1969 ഇങ്ങനെ വലിയൊരു സ്പ്ലിറ്റ് നടന്നതിന് ശേഷം 1971 വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ ഈ ഭാരതീയ ജനതാ സംഘ് എന്ന് പറഞ്ഞ ഈ BJPന്റെ തുടക്കമുണ്ടായിരുന്ന ആ ഒരു പാർട്ടി വിചാരിക്കുന്നു അതായത് ഈ വട്ടം നമ്മൾ ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ നേടാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇലക്ഷൻ നിൽക്കുന്നു. പക്ഷേ ഈ വട്ടം അവർ തനിച്ചായിരുന്നില്ല. അതായത് ഈ സ്പ്ലിറ്റ് ആയ അതായത് മൊറാർജി ദേശായി തുടങ്ങിയ ആൾക്കാരെല്ലാം ചേർന്നിട്ടായിരുന്നു അവർ നിൽക്കുന്നത്. എതിർവശത്താണെങ്കിൽ ഇന്ദിരാഗാന്ധി സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇന്ദിരാഗാന്ധിക്ക് എന്തായാലും ഈ ഇലക്ഷൻ ജയിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി ഘട്ടം കൂടിയുണ്ട്. കാരണം കോൺഗ്രസ് സ്പ്ലിറ്റ് ആയതാണ്. അപ്പോൾ കോൺഗ്രസ് ആര് കൂടുതൽ ജയിക്കുന്നോ അവരുടെ ഭാഗത്തോട്ടായിരിക്കും കോൺഗ്രസ് പാർട്ടി എല്ലാം പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധി നല്ല വർക്ക് ചെയ്തെങ്കിലും പക്ഷേ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഇവരും നല്ലോണം വർക്ക് ചെയ്തു. അപ്പോൾ ഇവർ വിചാരിച്ചു ഈ വട്ടം നല്ലൊരു സീറ്റ് എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ സംഘം വർക്ക് ചെയ്തത്. പക്ഷേ ഇത്തവണ അവർ നേരിട്ടത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതായത് കോൺഗ്രസ് രണ്ടായി പിളവുപെട്ടിട്ടും പിന്നെയും കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി സൈഡിൽ അതായത്
കോൺഗ്രസ് എന്ന് പറയുന്ന അവർ 342 സീറ്റോടുകൂടി വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു ജയിച്ചത്. അപ്പോൾ ഈ ഒരു സീറ്റിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജനസംഖ്യ എന്ന് പറയുന്നത് ഇവർക്ക് 35 സീറ്റോളം മുൻപത്തെ ഇലക്ഷൻ ഉണ്ടായിരുന്നത് അത് 22 ആയിട്ട് ചുരുങ്ങി. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിലുള്ള വലിയ വലിയ നേതാക്കൾ എല്ലാവരും തന്നെ ഷോക്കായി പോകുന്നു. കാരണം അവർ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് അല്ലായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 1971 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ജയിച്ചെങ്കിലും വലിയൊരു തിരിച്ചടിയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് കാത്തിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 1975 ആയപ്പോൾ തന്നെ ഇത് രാജ്നാരായൺ എന്ന് പറയുന്ന അദ്ദേഹം ഒരു കേസ് കൊടുക്കുന്നു. കേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എമർജൻസി വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായിരുന്നു കേസ് എന്ന് വെച്ചാൽ ആ ഒരു ഇലക്ഷൻ സമയത്ത് പൊതു സ്വത്ത് ഗവൺമെന്റിന്റെ സ്വത്ത് ഉപയോഗിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി പ്രചരണം ചെയ്ത് ആ ഒരു കേസ് കോടതിയിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ കോടതിയും ഇതിനെ ഫുള്ളായിട്ടും വിചാരണ ചെയ്ത് 1975 ആയപ്പോൾ തന്നെ അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇന്ദിരാഗാന്ധി ജയിച്ചത് അതൊരു അസാധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഒരു തീരുമാനം വരുന്നു. അപ്പോൾ ഈ ഒരു തീരുമാനം വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് വലിയൊരു സെറ്റ് ബാക്ക് ആയി മാറി. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഈ ഒരു വട്ടം ഇലക്ഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു സെറ്റ് ബാക്ക് ആണെന്ന് വിചാരിച്ചുകൊണ്ടും അതുപോലെ തന്നെ രാജിവെക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും തന്നെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി അപ്പോഴത്തെ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞ് ആർട്ടിക്കിൾ 352 പറയുന്ന പോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അറിയിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഓപ്പോസിഷൻ ലീഡർ ആയിരുന്ന മൊറാർജി ദേശായി അങ്ങനെയുള്ള എല്ലാ ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇന്ദിരാഗാന്ധിക്ക് എതിരെ നിൽക്കുന്ന ആരാണെങ്കിലും ശരിയായ ഒരു ഡിക്റ്റാറ്റർഷിപ്പ് കളിയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധിക്ക് എതിരെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലോ ആരെങ്കിലും തെരുവിൽ വന്നു കഴിഞ്ഞാലോ അവരെ ഉടനെ അറസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അവർ ജീവനോടെ പോലും ആയിരിക്കില്ല തിരിച്ച് വരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിനെ ആരെ വേണേലും എപ്പോൾ വേണേലും അറസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പവർ കൊടുക്കുന്നു ഇന്ദിരാഗാന്ധി. ഏകദേശം 21 മാസത്തോളം ആ ഒരു എമർജൻസി നീണ്ടു നിന്ന് 1977 23-ാം തീയതിയാണ് ജനുവരി 23-ാം തീയതിയാണ് എമർജൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇലക്ഷനിലോട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഈ എമർജൻസിനെ കുറിച്ച് ഫുൾ ആയിട്ട് ഇറങ്ങിയ ആ വീഡിയോ കണ്ടാൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എമർജൻസി എല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഇലക്ഷനിലോട്ട് പോകുമ്പോൾ കോൺഗ്രസിനും അതുപോലെ കോൺഗ്രസിനെതിരെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടികൾക്കെല്ലാം വളരെയധികം ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെ പോലും ആ സമയത്ത് ആൾക്കാർ ഇന്ദിരാഗാന്ധി സർക്കാർ വിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധിനെ എതിരെ വീട്ടിൽ ആരെങ്കിലും സംസാരിച്ചാൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഇന്ദിരാഗാന്ധിനെ എതിർത്ത് ഓപ്പോസിഷൻ ലീഡേഴ്സ് എല്ലാം തന്നെ വലിയൊരു പാർട്ടി ഫോം ചെയ്തു. വലിയൊരു അലയൻസ് ഫോം ചെയ്തു. അങ്ങനെ ആ ഒരു ഇലക്ഷനിൽ ഏകദേശം 295 സീറ്റുകൾ വാങ്ങി മൊറാർജി ദേശായി അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് വലിയൊരു സെറ്റ് ബാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. വാജ്പേയിനെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടും അതുപോലെ തന്നെ LK അദ്വാനിനെ ടെലികോം കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആയിട്ടും അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ജനസംഖ്യ ഏകദേശം 90 സീറ്റുകളോളം ജയിച്ചിരുന്നു. വെറും 22 നിന്ന് അവർ 90 ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ഗവൺമെന്റ് ഫോം ചെയ്തത്. RSSും ഭാരതീയ ജനതാ സംഘം RSSും പറയുന്നത് കേൾക്കരുത് എന്ന് പറഞ്ഞ് സോഷ്യലിസ്റ്റ് ആൾക്കാരെല്ലാം പറയുന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് RSS അതിൽ നിന്ന് പിൻവലിഞ്ഞ് RSS തീരുമാനിക്കുന്നു മന്ത്രിയൊന്നും നമുക്ക് വേണ്ട, ഈ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയോളജിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് പിരിഞ്ഞ് ഡൽഹിയിൽ വന്ന് അവർ വീണ്ടും പുതിയതായിട്ട് ഒരു പാർട്ടി ഫോം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി ഫോം ചെയ്യുന്നു. ഇന്നത്തെ BJP ആയിട്ട് 1980 ഏപ്രിൽ 6-ാം തീയതിയാണ് BJP ആയിട്ട് അവർ ഫോം ചെയ്യുന്നത്. പിന്നീട് വലിയൊരു ഇലക്ഷൻ അവർ നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ 1984 ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു മരണത്തിന് ശേഷം ആ ഒരു അസാസിനേഷന് ശേഷം രാജീവ് ഗാന്ധി ആയിരുന്നു തൽക്കാലമായിട്ട് എടുക്കുന്നത്. പക്ഷേ രാജീവ് ഗാന്ധി വിചാരിക്കുന്നു തന്റെ മെജോറിറ്റി പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ കോൺഗ്രസിന് ഇത് കൂടുതലും അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയ രാജീവ് ഗാന്ധി എന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ ആ ഗവൺമെന്റിനെ മൊത്തം പിരിച്ചുവിട്ട് പുതിയൊരു ഇലക്ഷനിലോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ഇലക്ഷൻ സമയത്ത് ഇന്ദിരാഗാന്ധി മരണപ്പെട്ട ആ ഒരു അനുതാപ വോട്ട് എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞ് ഏകദേശം കോൺഗ്രസിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഭൂരിപക്ഷം കൂടെ ആ ഒരു സമയത്ത് അവർ കിട്ടിയിരുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ സമയത്ത് ഈ BJP എന്ന് പറഞ്ഞ ഈ പുതിയ പാർട്ടി വെറും 2 സീറ്റുകൾ കൊണ്ട് മാത്രമോ അവർ ജയിച്ചുള്ളൂ. തുടക്കത്തിൽ അവർ എങ്ങനെ 2 സീറ്റ് ജയിച്ചോ അതേ രീതിയിൽ തന്നെ വീണ്ടും അവർ ചുരുങ്ങി എന്നുള്ളതാണ് സത്യം. അപ്പോൾ RSS വിചാരിക്കുന്നു ABVP എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയും കൂടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരൊരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയും കൂടെ ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല നല്ല നേതാക്കളെല്ലാം ഈ BJPയിലോട്ട് അവർ സെലക്ട് ചെയ്തു. അങ്ങനെ വന്നതാണ് ഇന്നത്തെ അമിത് ഷാ, നഡ്ഡ, അതുപോലെ
തന്നെ നരേന്ദ്രമോദി അങ്ങനെയുള്ള ഏറ്റവും വലിയ നേതാക്കളെല്ലാം തന്നെ അന്നത്തെ RSS യൂത്ത് ഫെഡറേഷനിൽ ഉണ്ടായിരുന്നത്. രാജീവ് ഗാന്ധി ഭരണത്തിനോട് ആൾക്കാർക്ക് അത്ര താല്പര്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ അയോധ്യ പ്രശ്നം ഉണ്ടാവുന്നു, അതായത് അയോധ്യ രാമക്ഷേത്രം പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങൾ ആ ഒരു സമയത്ത് കോൺഗ്രസിനോട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ഇലക്ഷൻ സമയത്തെല്ലാം തന്നെ അതായത് പിന്നീട് കോൺഗ്രസ് നേരിട്ടത് അതായത് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച കോൺഗ്രസ് പിന്നീട് വലിയൊരു താഴ്ചയിലോട്ടാണ് പോയിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് BJP ഏകദേശം 85 സീറ്റുകൾ വീണ്ടും ജയിച്ചുകൊണ്ട് അതായത് ഓപ്പോസിഷൻ പാർട്ടിയിൽ നിൽക്കാതെ അവർ അതായത് ഭരണപക്ഷ പാർട്ടിയിലോട്ട് സപ്പോർട്ട് ചെയ്ത് VP സിംഗിനെ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിന്നു. പക്ഷേ ഇത്തവണ അവർ പുറമെ നിന്ന് സപ്പോർട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നടന്ന കുറെ ജനറൽ അസംബ്ലി ഇലക്ഷനിലെല്ലാം തന്നെ ഇവർ അതായത് ഓപ്പോസിഷൻ പാർട്ടിയായിട്ടും അതുപോലെ തന്നെ ഭരണപക്ഷ പാർട്ടിയായിട്ടും ഇവർ കുറെ സ്ഥലങ്ങളിൽ ജയിക്കാനും ഇവർക്ക് ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇരിക്കാനും ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായി മാറിയത്. അതായത് 1990 ഗുജറാത്ത് സൂറത്ത് നിന്ന് ഒരു രഥയാത്ര LK അദ്വാനി തുടങ്ങുന്നു. അപ്പോൾ ഈ രഥയാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ അതായത് രാമക്ഷേത്രം ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ രാമക്ഷേത്രമുള്ള അയോധ്യയിലോട്ട് രഥയാത്ര തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു രഥയാത്ര എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തെരഞ്ഞെടുത്ത് പോയി അതായത് ഇന്ന് എങ്ങനെ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി പോയോ അതേ രീതിയിൽ തന്നെയാണ് രഥയാത്ര പോയിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് രഥയാത്ര LK അദ്വാനിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ബീഹാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ സ്ഥാപന കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന BJP ആയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും LK അദ്വാനിയുടെ ആ ഒരു രഥയാത്ര ബീഹാറിൽ വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതായത് ഭരണപക്ഷ പാർട്ടിയെല്ലാം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പോൾ ഇതിനെ കൊണ്ട് ദേഷ്യപ്പെട്ട BJP എന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ അതായത് VP സിംഗിന് ഇനി സപ്പോർട്ട് അറിയിക്കേണ്ട എന്ന് പറഞ്ഞ് അവരുടെ 85 MP-മാരെയും തിരിച്ച് പിൻവലിക്കുന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് VP സിംഗ് സർക്കാർ താഴെ പോകുന്നു. 1991 വീണ്ടും ഇലക്ഷൻ നേരിടുന്നു. അപ്പോൾ ഈ വട്ടത്തെ ഇലക്ഷൻ സമയത്ത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ വലിയൊരു സംഭവം നടന്നു. അതെന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഘട്ടം അതായത് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരണത്തിന് വേണ്ടി വന്ന രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ വെച്ച് മരണപ്പെടുന്നു, അതായത് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതായത് കോൺഗ്രസിന് വീണ്ടും അനുതാപ അലാതെ വീഴ്ചയും അതായത് കോൺഗ്രസിന് വീണ്ടും എമോഷൻസ് കിട്ടി, അതായത് കോൺഗ്രസ് വീണ്ടും ജയിക്കാൻ വന്നു. അങ്ങനെ 1991 ഇലക്ഷനിൽ ഏകദേശം 244 സീറ്റുകൾ ജയിച്ച് കോൺഗ്രസ് ഭരണത്തിലോട്ട് വരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഘട്ട സ്റ്റേജിൽ ഇലക്ഷനിൽ എല്ലാം ജയിച്ചുകൊണ്ട് BJP ഏകദേശം 120 സീറ്റ് കൊണ്ട് അവരും പ്രതിപക്ഷ പാർട്ടിയായിട്ട് വരുന്നു. നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിട്ട് കോൺഗ്രസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പദവി വെക്കുന്നു. പിന്നെ 1991 വീണ്ടും ആ രഥയാത്ര കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ LK അദ്വാനിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയും ഇവരെല്ലാം തന്നെ വീണ്ടും ആ രഥയാത്ര കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള എയിമും കൊണ്ട് അവർ വീണ്ടും രഥയാത്ര തുടങ്ങി. ഡിസംബർ ആദ്യത്തെ ആഴ്ച അതേ വർഷം തന്നെ അവർ അയോധ്യയിൽ എത്തുന്നു. അപ്പോൾ അയോധ്യയിൽ എത്തിയപ്പോൾ ഇന്ത്യ മൊത്തം വലിയൊരു പേടി ഉണ്ടായിരുന്നു. അതായത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അതായത് രഥയാത്ര അത്രയും സ്ഥലങ്ങൾ കഴിഞ്ഞു പോവുകയാണ്, അതായത് ആ ഒരു പള്ളി തന്നെ പൊളിച്ചു കളയാം എന്നുള്ളൊരു ഭീഷണി പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും ഊഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചു കളയുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിന്റെ ഭരണം, അതുപോലെ തന്നെ രാജീവ് ഗാന്ധിന്റെ ഭരണം, അതുപോലെ തന്നെ എമർജൻസി, ഇപ്പോൾ ബാബരി മസ്ജിദ്, ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ താഴെ നോക്കിയാൽ മതി, ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചു കളയുന്നു. ബാബരി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ഹിന്ദു മുസ്ലിം വലിയൊരു റൈറ്റ് ആയി മാറുന്നു. അതായത് ആൾക്കാരെല്ലാം തന്നെ തമ്മിൽ തല്ലാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് VP സിംഗ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അധികം അസംബ്ലിയിലെല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന BJP ആയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അതായത് BJP ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അതായത് സ്റ്റേറ്റിന്റെ ഭരണങ്ങളെല്ലാം പിരിച്ചുവിടാൻ പോവുക എന്ന് പറഞ്ഞ് VP സിംഗ് ഒരു അറിയിപ്പ് നൽകുന്നു. അങ്ങനെ എല്ലാ BJP സർക്കാരിനെയും പിരിച്ചുവിടുന്നു. അങ്ങനെ ആ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ 1996 വീണ്ടും ഒരു ഇലക്ഷൻ നേരിടുന്നു. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആർക്കും തന്നെ ഭൂരിപക്ഷം കിട്ടിയില്ല. അതായത് കോൺഗ്രസിനും കിട്ടിയില്ല, BJPക്ക് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം 162 സീറ്റുകൾ കൊണ്ട് BJP ആയിരുന്നു കൂടുതൽ സീറ്റ് ജയിച്ചിരുന്നത്. അപ്പോൾ പ്രസിഡന്റ് അതായത് ഇവരെ പാർട്ടി അതായത് ഇവരെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. പക്ഷേ ആ ഒരു സമയത്ത് വാജ്പേയി ആയിരുന്നു BJPക്ക് വേണ്ടി അതായത് ഗവൺമെന്റ് ഫോം ചെയ്തത്. പക്ഷേ വെറും 13 ദിവസമായപ്പോൾ തന്നെ വാജ്പേയിനെ രാജിവെക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് മെജോറിറ്റി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി അതായത് അന്നത്തെ വാജ്പേയി ഗവൺമെന്റിനെ സാധിക്കാത്തതുകൊണ്ട് വെറും 13 ദിവസം കൊണ്ട് തന്നെ വാജ്പേയി രാജിവെക്കേണ്ടി വന്നു. പിന്നീട് 1998 വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുന്നു. പക്ഷേ ഇത്തവണയും എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അതായത് BJP ജയിച്ചു. പക്ഷേ ആരുടെയും ഒരു സപ്പോർട്ട് വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അന്നും ഇതേ കിങ് മേക്കർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചന്ദ്രബാബു നായിഡു BJPനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ BJP ഒരു ഇലക്ഷൻ ജയിച്ച് അവരൊരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ആന്ധ്രാപ്രദേശിന് കൂടുതൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ നിങ്ങൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്തും ഇതേ രീതിയിൽ തന്നെ അതായത് ഇന്ന് മോഡി ആണെങ്കിൽ പക്ഷേ അന്ന് വാജ്പേയി ആയിരുന്നു. അന്നും ചന്ദ്രബാബു നായിഡു തന്നെ BJPനെ സപ്പോർട്ട് ചെയ്ത് BJPക്ക് പുതിയൊരു ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പക്ഷേ ഗവൺമെന്റ് ഫോം ചെയ്തെങ്കിലും വാജ്പേയിനെ നേരിട്ട് വലിയൊരു പ്രശ്നം എന്തായിരുന്നു
എന്ന് വെച്ചാൽ അതായത് കുറേയധികം പാർട്ടികൾ ഉണ്ടായിരുന്നു. ഏകദേശം 23ഓളം പാർട്ടികൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതായത് വാജ്പേയിക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം. ഇങ്ങനെ പല പ്രശ്നങ്ങളും വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തമിഴ്നാടിനെ ഭരിച്ചുകൊണ്ടിരുന്നത് DMK ആയിരുന്നു. ഓപ്പോസിഷൻ ഉണ്ടായിരുന്നത് ജയലളിതന്റെ ADMK എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു. അപ്പോൾ ജയലളിത പറഞ്ഞ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് തമിഴ്നാട്ടിലെ DMK ഗവൺമെന്റിനെ അതായത് സർക്കാരിനെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് പിരിച്ചുവിടണം എന്ന് പറഞ്ഞപ്പോൾ വാജ്പേയി അതിന് സമ്മതിച്ചില്ല. ജയലളിതന്റെ സപ്പോർട്ടും കൂടിയിട്ടാണ് അന്ന് വാജ്പേയി ഭരിക്കുന്നത്. അപ്പോൾ ജയലളിത വിചാരിക്കുന്നു അതായത് ഈ സപ്പോർട്ട് നമുക്ക് പിൻവലിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജയലളിത അവരുടെ സപ്പോർട്ട് പിൻവലിക്കുന്നു. പക്ഷെ ആ സമയത്ത് പ്രധാന പ്രതിപക്ഷത്തുണ്ടായിരുന്ന DMK ആ ഒരു സമയത്ത് വാജ്പേയിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോലും വാജ്പേയി ആ ഒരു വാക്കെടുപ്പിൽ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റാതെ ഒരു വോട്ടിന് വാജ്പേയി തോറ്റ് അവരുടെ ഗവൺമെന്റ് താഴോട്ട് പോകുന്നു. കാർഗിലിനെ അതായത് പാകിസ്ഥാൻ ആക്രമിക്കുന്നത് തിരിച്ചുള്ള അറ്റാക്കുകൾ തുടങ്ങിയും അതുപോലെ തന്നെ ആ ഒരു അറ്റാക്കിൽ ഇന്ത്യൻ ആർമി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വാജ്പേയി ഗവൺമെന്റിന് വലിയ രീതിയിൽ തന്നെ നല്ലൊരു പേര് ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ പറയാം. പിന്നീട് 1999 നടന്ന ഇലക്ഷനിൽ ഏകദേശം 182 സീറ്റ് തനിച്ച് BJPയും അതുപോലെ തന്നെ ഇവരുടെ സഖ്യം മൊത്തം 292 സീറ്റോടുകൂടി വീണ്ടും വാജ്പേയി തന്നെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. 2002 മറ്റൊരു ഇവന്റും കൂടെ നടന്നു. അതായത് APJ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആയിട്ട് തന്നെ BJP ഡിക്ലെയർ ചെയ്ത് അവിടെ മത്സരിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രസിഡന്റായി ജയിക്കുകയും ചെയ്തു. അങ്ങനെ 2003 നടന്ന അസംബ്ലി ഇലക്ഷൻ രാജസ്ഥാൻ, ആസാം അതുപോലെ തന്നെ മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം BJP വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും അങ്ങനെ BJP വീണ്ടും പവറിലോട്ട് വരും എന്ന് വിചാരിച്ചു. പക്ഷേ 2004 ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ BJP അതായത് വാജ്പേയി ഗവൺമെന്റിൽ 4 വരി പാത ഇങ്ങനെ പല രീതിയിലുള്ള ഡെവലപ്മെന്റുകളും ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോൾ വാജ്പേയി തന്നെ വീണ്ടും ഭരണത്തിലോട്ട് വരും. അതായത് ഇന്ന് എക്സിറ്റ് പോൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ വാജ്പേയി ഗവൺമെന്റിനെ അന്ന് എക്സിറ്റ് പോൾ കൊടുത്തതാണ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതായത് DMKയും കോൺഗ്രസും കൂടിയാണ് ആ സമയത്ത് മത്സരിച്ച് അങ്ങനെ കോൺഗ്രസും നല്ല രീതിയിലുള്ള എഫേർട്ട് എല്ലാം എടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് വാജ്പേയി ഗവൺമെന്റിന് വരാൻ പറ്റിയില്ല. അതിനുശേഷം 140 സീറ്റുകളിലൂടെ കോൺഗ്രസ് ജയിക്കുകയും അങ്ങനെ കോൺഗ്രസ് വീണ്ടും ഭരണത്തിലോട്ട് വരുന്നു. മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി അതായത് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് അറിയിക്കുകയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം 2007 ആയപ്പോൾ തന്നെ 2009 LK അദ്വാനിനെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് വെച്ച് അതായത് BJP വീണ്ടും ഇലക്ഷൻ നേരിടുന്നു. പക്ഷേ ആ സമയത്തും BJPക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അതായത് ഭൂരിപക്ഷം കിട്ടാതെ വീണ്ടും അതായത് കോൺഗ്രസ് ഭരണം തന്നെയായിരുന്നു വീണ്ടും വന്നിരുന്നത്. പക്ഷേ ആ സമയത്ത് ഗുജറാത്ത് ഇലക്ഷനും കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഗുജറാത്ത് ഇലക്ഷനിൽ BJP എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഇനി അടുത്ത് വരാൻ പോകുന്ന പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുത്ത് വിടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിക്ക് ആ സമയത്ത് തന്നെ ഇലക്ഷൻ പ്രചാരണങ്ങളെല്ലാം നടത്തിയിരുന്നത്. അങ്ങനെ നരേന്ദ്രമോദി ആ ഒരു സമയത്ത് ഇലക്ഷനിൽ ജയിക്കുകയും വീണ്ടും ഗുജറാത്ത് CM ആയി തന്നെ തുടർന്നു. അങ്ങനെ 2014 ആയപ്പോൾ BJP അവരുടെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് അതായത് LK അദ്വാനിനെ മാറ്റിയിട്ട് നരേന്ദ്രമോദിയെ വീണ്ടും കൊണ്ടുവരുന്നു. അങ്ങനെ നരേന്ദ്രമോദി 2014 ഇലക്ഷനിൽ ജയിക്കുകയും 282 എന്ന് പറയുന്ന അതായത് മാജിക് നമ്പറിനെക്കാളും കൂടുതൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അതായത് കോൺഗ്രസിന് ശേഷം ആദ്യത്തെ ഒരു പാർട്ടിയും കൂടിയാണ് ഇത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. അങ്ങനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അവർ ജയിച്ചുകൊണ്ട് NDA വീണ്ടും ഭരണത്തിലോട്ട് വരുന്നു. തന്നെ മോഡി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു മോഡിയുടെ അടുത്ത സുഹൃത്തായ അമിത്ഷായ്ക്ക് അതായത് അമിത്ഷാ ആ ഒരു ഇലക്ഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അമിത്ഷായ്ക്ക് BJP ലീഡർ പൊസിഷൻ അതായത് BJP പ്രസിഡന്റ് ആയിട്ട് അമിത്ഷാനെ ഡിക്ലെയർ ചെയ്യുന്നത്. അമിത്ഷാ BJP ലീഡർ ആയതിനു ശേഷം BJPയുടെ വളർച്ച ഒരു റോക്കറ്റ് പോലെയായിരുന്നു. കാരണം നല്ല രീതിയിൽ തന്നെ വളർന്നു. അതായത് വെസ്റ്റ് ഈസ്റ്റ് അതായത് പണ്ട് കണ്ടായിരുന്ന BJP നേതാക്കളെല്ലാം എന്തായിരുന്നു വിചാരിച്ചതെന്ന് വെച്ചാൽ അതായത് ഹിന്ദി സംസാരിക്കുന്ന കൂടുതൽ സ്ഥലങ്ങൾ മാത്രം അവർ ടാർഗറ്റ് ചെയ്ത് പ്രചാരണങ്ങൾ നടത്തുമായിരുന്നു. മറ്റ് സ്ഥലങ്ങളെല്ലാം അവർ കൂടുതലും ഫോക്കസ് ചെയ്തില്ലായിരുന്നു. പക്ഷേ അമിത്ഷാ പ്രസിഡന്റ് ആയതിനു ശേഷം അവർ എല്ലാ സ്ഥലങ്ങളും അതായത് ഹിന്ദി സംസാരിക്കുന്ന മാത്രമല്ല വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത് അങ്ങനെ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ ഊർജിതമായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു അത്രയും വർഷങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അമിത്ഷാ പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ BJP മത്സരിക്കുകയും അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ടും തുടച്ചെറിയുകയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 ജനറൽ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് കുറേയധികം അതായത് നേട്ടങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വട്ടം അവർ ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഇന്ത്യ ഇങ്ങനെ പല രീതിയിലുള്ള അഡ്വാൻറ്റേജ് അവരുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് കോൺഗ്രസിനെ എതിർത്ത് പറയാനായിട്ട് ഡിമോണിറ്റൈസേഷൻ അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ കോൺഗ്രസിനും ഉണ്ടായിരുന്നു. അങ്ങനെ 2019 ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു പുൽവാമ അറ്റാക്ക് നടക്കുന്നത്. അതായത് ഏകദേശം നമ്മുടെ 34 സോൾജേഴ്സിനെയാണ് ടെററിസ്റ്റ് ആൾക്കാരെല്ലാം തന്നെ കൊന്നുകളയുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്ക് നടന്നതിന് ശേഷം വീണ്ടും ബാൽക്കോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടക്കും. സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ആ ഒരു രീതിയിൽ ആൾക്കാരെല്ലാം വലിയ രീതിയിലുള്ള സപ്പോർട്ട് നരേന്ദ്രമോദി സർക്കാരിന് കൊടുക്കുകയും 2019 ഇലക്ഷൻ വന്നപ്പോൾ അമിത്ഷാന്റെ ആ ഒരു രീതിയിലായിരുന്നു വർക്ക് ചെയ്തത്. അങ്ങനെ 303 എന്ന് പറയുന്ന സീറ്റ് BJP തനിച്ചു പിടിക്കുക അവർ ജയിച്ച് അവർ ഭരണത്തിലോട്ട് വരുന്നു. പക്ഷേ ഈ ഒരു ഇലക്ഷനിൽ അമിത്ഷാ കൊണ്ടുവന്ന കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഒരു മിസ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ BJP ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ മെമ്പർഷിപ്പ് BJP കിട്ടും. ഇങ്ങനെ പല രീതിയിലുള്ള BJP മെമ്പർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അമിത്ഷാ കുറേയധികം വർക്ക് ചെയ്തു.
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാ സംസ്ഥാനങ്ങളിലും അമിത്ഷാ ഇറങ്ങി വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം. അങ്ങനെയാണ് BJP ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ഇന്ന് 20 കോടിയോളം ആൾക്കാർ ചേർന്നു എന്നുള്ളതാണ് BJPന്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റിയായി കരുതുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും 2024 ജനറൽ ഇലക്ഷൻ നടന്നു. ഈ ഒരു വട്ടം ഏകദേശം 400 സീറ്റുകൾ ജയിക്കും എന്നാണ് BJP ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 240 ആയിട്ട് അവർക്ക് വീണ്ടും വലിയൊരു സെറ്റ് ബാക്ക് കിട്ടി എന്ന് തന്നെ പറയാം. പക്ഷേ കോൺഗ്രസ് ഇതിൽ ഒന്നും തന്നെ സാധിച്ചില്ല. കോൺഗ്രസിന് വീണ്ടും 99 സീറ്റുകൾ കൊണ്ട് വീണ്ടും ചുരുങ്ങേണ്ട വന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. കോൺഗ്രസിനെ BJPനെ എതിർക്കാനായിട്ട് 30 പാർട്ടികൾ കൂടി ഒരു ശക്തമായ ഒരു കൂട്ടിന് തന്നെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ അലയൻസ്. എന്നിട്ട് പോലും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അവർ 233 അതുപോലെ തന്നെ BJP തനിച്ച് 240 എന്ന് പറയുന്ന ഒരു സംഖ്യയിലോട്ട് അവർ ജയിച്ച് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ വാജ്പേയി സർക്കാരിന്റെ ഉണ്ടായിരുന്ന സമയത്ത് ചന്ദ്രബാബു നായിഡു കൊടുത്ത പോലെ തന്നെ ഇത്തവണയും സപ്പോർട്ടുകൾ കൊടുക്കും എന്നാണ് BJP വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 303 സീറ്റുകളോടുകൂടി NDA ഉണ്ട്. എന്തായാലും 5 വർഷം പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ BJP ആൾക്കാരെല്ലാം തന്നെ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ 10 പേര് മതി, 10 പേര് കോൺഗ്രസിന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.